നല്ല ബ്യൂട്ടിഫുൾ സൺഡേ മോർണിംഗ്. രാവിലെ തന്നെ ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചുട്ടനും കുട്ടനും ഭയങ്കരമായിട്ട് ബോറടി. ഞങ്ങൾ നടക്കാൻ പോകണമെന്നും പറഞ്ഞ് അവർ പറമ്പിലോട്ടങ്ങ് ഇറങ്ങി. എന്നാൽ പിന്നെ ഞാനും പോയേക്കാന്ന് വെച്ച് ചെരുപ്പിട്ടതും സച്ചപ്പനും കൂടെ കൂടി. പറമ്പിലൊന്നാകെ കായ്ച്ചു നിന്നിരുന്ന ജാതിമരം കണ്ടപ്പോൾ ചുട്ടനും കുട്ടനും ആന കരിമ്പീൻ തോട്ടത്ത് ചെന്ന പോലെ മൂക്കാത്ത കുറേ ജാതിക്കകൾ പറിക്കാൻ തുടങ്ങി. വെറുതെ ഒരു കാര്യമൊന്നുമില്ല, മരത്തിൽ ജാതിക്ക നല്ലോണം നിൽക്കുന്നത് കണ്ടപ്പോൾ ചുട്ടനും കുട്ടനും എന്തോ ഒരു തകരാറ്. കുറേ പറിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, കുറച്ചധികം പറിച്ചോ, അച്ചാറിട്ട് വെച്ചേരാന്ന്. അത് കേട്ടതും പറിക്കാനുള്ള സ്പീഡ് കൂടി. ജാതിക്ക പറിക്കാൻ തുടങ്ങുമ്പോൾ നല്ല റങ്കായിനും. ഇപ്പോൾ ആൾക്ക് 50 എന്നുള്ള കണക്കിന് കൊതുക് കടിക്കുന്നുണ്ട്. സച്ചപ്പനും കുട്ടനും കാര്യം അറിയാം. എന്നാൽ ചുട്ടൻ്റെ വിചാരം ഇതെന്തോ വലിയ മധുരമുള്ള സാധനമാണെന്നാണ്. മൂപ്പത്തി ഇപ്പം തിന്നാളാന്നുള്ള ഭാവത്തിൽ നിൽക്കുകയും ഓൾക്കും പറിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടൻ അവളെ തോളിൽ വെച്ചു കൊടുത്തു. എന്നിട്ടിപ്പോൾ ജാതിക്കണ്ടോ കയ്യിൽ പോരുന്ന്. ഓളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. അമ്മ അതിരി കട്ടിയാണ് അതിൻ്റെ തണ്ടിന്. മൂക്കാത്തത് കൊണ്ട് നല്ല പുളിയും കറിയും. നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് പോയതായിരുന്നു ഞാൻ. പക്ഷേങ്കിൽ കൊതു കടിച്ച് തിന്ന് തീർക്കാണ്. ഇനി നിന്നാൽ ഡെങ്കിപ്പനി പിടിക്കും. പോരാൻ നേരം കുട്ടൻ പറയുക, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന്. ഒരു സൈഡിൽ നിന്ന് അച്ഛൻ ഉണ്ടാക്കി കൊണ്ടുവരും, മറ്റേ സൈഡിലൂടെ ഞങ്ങൾ നശിപ്പിക്കും. പൊതുവേ അതാണ് അതിൻ്റെ ഒരു രീതി. ഇതിപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്നാൽ പിന്നെ വെറുതെ ആക്കണ്ട, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഇട്ടുങ്ങാണ്ട് അതിനൊരു ജീവനും കൊടുത്ത് ഇപ്പോൾ അത് അപ്ലോഡും ചെയ്തു. കുറേ കാലമൊക്കെ കഴിഞ്ഞ് ചുട്ടുമണി ഇതൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവൾക്കൊരു സുന്ദരമായ ഓർമ്മകളായി മാറട്ടെ ഈ ദിവസമൊക്കെ. എത്തുന്നുണ്ട് അല്ല ഇത് ഇത് ഓളെ തലേ കിട്ടുണ്ടോ? വലിക്ക് എല്ലാം കിട്ടി. അതല്ല സാധനം കിട്ടി. വലിക്കാനില്ല, നല്ല ബല. വലിക്കാനില്ല. പിടിച്ചോ, പിടിക്ക്. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവൂന്ന് പറയണ്ട, ഓന്ന് പറയണ്ട.